നമസ്കാരം. കൃഷ്ണാരി മിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സവേതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡിഫറെൻറ്റ് ലൊക്കേഷൻ തന്നെയാട്ടോ എടുത്തിരിക്കണേ. വീടിൻ്റെ ബാൽക്കണിയാണ്, വേറെ എവിടെയില്ല. എന്നാലും ഡിഫറെൻറ്റ് ഫ്രെയിം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നലെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പത്മനാഭസ്വാമിയുടെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് വന്നിട്ടില്ലേ, ഇപ്പോഴും അതേ ബാക്ക്ഗ്രൗണ്ട് ആണെന്ന്. അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തതാണ്. ചില വീഡിയോസ് നിങ്ങൾ കാണാൻ വിട്ടുപോയതുകൊണ്ടാവും കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ അവിടെ നിന്നും ഇന്ന് മഴയില്ല, അപ്പോൾ നമുക്ക് ബാൽക്കണിയിൽ നിന്നാലും മഴയുടെ സൗണ്ടിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും വരില്ല എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ മാറ്റി മാറ്റി ഫ്രെയിം വയ്ക്കുക എന്നുള്ളതാണ് പുതിയ ക്യാമറാമാൻ്റെ ഒരു പരിഷ്കാരങ്ങൾ എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങൾ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് വഴി അപ്ലോഡ് ചെയ്യാം. എല്ലാ ദിവസവും കഥയാക്കണ്ടെന്ന് കരുതിയിട്ടാണ്. കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ ചോദ്യങ്ങളും പറയണമല്ലോ, അതും ഉത്തരം നൽകേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചോദ്യോത്തരം ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഉച്ചപൂജ തൊഴുത് വന്ന് നിൽക്കുകയാണ്. കാളിയമർദ്ദന രൂപനായിട്ടാണ് ഉണ്ണികൃഷ്ണൻ. ഇന്ന് നല്ല ഭംഗിയുള്ള കാളിയമർദ്ദനായിരുന്നു കേട്ടോ. കാളിയമർദ്ദന കൃഷ്ണൻ്റെ മുമ്പിൽ ഞാൻ പോയി പ്രാർത്ഥിക്കാറുള്ളത് എപ്പോഴും സർവ്വരോഗവിനാശന, സർവ്വപാപവിനാശന, സർവ്വ ദുഃഖവിനാശന, സർവ്വസൗഖ്യപ്രദായക എന്നാണ്. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ച് നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നോക്കാം കേട്ടോ. ആദ്യത്തെ ചോദ്യം, RJK എന്ന ഭക്തയാണ്. എനിക്ക് പേരറിയില്ല കേട്ടോ, പേരൊന്നും മെൻഷൻ ചെയ്യണം കേട്ടോ അടുത്ത തവണ മെസ്സേജ് അയക്കുമ്പോൾ. തുലാഭാരം നേർച്ച ഉള്ളവർക്കും ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ പ്രവേശിക്കേണ്ടത് സാധാരണ അവിടെ കണ്ടുവരുന്ന ക്യൂ സംവിധാനത്തിൽ കൂടിയാണോ എന്നാണ്. അല്ല കേട്ടോ, തുലാഭാരം നടത്താൻ വേണ്ടി മാത്രമാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഇപ്പോഴില്ല. അപ്പോൾ രാവിലെ ഒരാൾ വന്നു വിചാരിക്കുക, അവർ വേഗം കുളിച്ച് ഫ്രഷായിട്ട് ആദ്യം തുലാഭാരം തൂക്കണം എന്നാണ് വിചാരിക്കണേന്ന് വെച്ചാൽ അവർക്ക് ഭഗവതിക്കെട്ട് വഴിയോ അതല്ലെങ്കിൽ പടിഞ്ഞാറേ ഗോപുരത്തിലൂടെയോ നമുക്ക് ചുറ്റമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ ഉദ്ദേശിച്ച വഴിപാടുകളെല്ലാം നടത്താം. ലൈക്ക് ഈ തുലാഭാരം, അതുപോലെ തന്നെ അടിപ്രദക്ഷിണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഷീട്ടാക്കുക, പ്രസാദങ്ങൾ വാങ്ങുക, അതൊക്കെ നമുക്ക് സാധാരണ പോലെ ചെയ്യാം. എന്നിട്ട് ക്യൂ സംവിധാനത്തിലെ തിരക്ക് കുറഞ്ഞതിന് ശേഷം നാലമ്പലത്തിലേക്കുള്ള ക്യൂ സംവിധാനത്തിൽ കയറി നിൽക്കുക, അങ്ങനെയും ഓപ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ തുലാഭാരം തൂക്കുന്നവർക്ക് എന്തെങ്കിലും പ്രിവിലേജ് തൊഴാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നെയ്വിളക്ക് ഷീട്ടാക്കുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു വഴിപാടിനും നമുക്ക് അകത്തേക്ക് പ്രവേശിച്ച് തൊഴാൻ സാധിക്കില്ല. പിന്നീടുള്ളത് ഉദയാസ്തമന പൂജയാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 97, 98 ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഉണ്ടാവുള്ളൂ തോന്നുന്നു എനിക്ക്. അല്ലാതെ സാധാരണയുള്ള ഒരു വഴിപാടിനും അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ. അടീര സുരേഷ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, സുദർശന മന്ത്രം സ്ത്രീകൾ ചൊല്ലാൻ പാടില്ല എന്ന് കേട്ടത് ശരിയാണോ എന്ന്. എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ച്. സുദർശന മന്ത്രം സ്ത്രീകൾ ചൊല്ലാൻ പാടില്ല എന്ന് ഞാൻ കേട്ടിട്ടില്ല. ഗായത്രി മന്ത്രമാണ് സ്ത്രീകൾ ചൊല്ലാൻ പാടില്ല എന്ന് ഞങ്ങളുടെ ഇടയിലൊക്കെ ഒരു നിയമം, അലിഖിത നിയമം പറയാറുള്ളത്. അത് കുട്ടിയായിരിക്കുമ്പോൾ കേട്ട് ശീലിച്ചത് കൊണ്ട് ഞാനത് ചൊല്ലാറില്ല. പക്ഷെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ സ്ത്രീകൾ ചൊല്ലാൻ പാടില്ലാത്ത മന്ത്രങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കണേ. അശുദ്ധിയായിരിക്കുന്ന സമയമല്ലാത്തപ്പോഴൊക്കെ, ശുദ്ധമായിരിക്കുന്ന ഏത് സമയത്തും ഏത് മനുഷ്യർക്കും മന്ത്രങ്ങളൊക്കെ ചെല്ലാം. ഈശ്വരൻ്റെ മുമ്പിൽ അങ്ങനെ സ്ത്രീ പുരുഷൻ അല്ലെങ്കിൽ പ്രായഭേദം, ലിംഗഭേദം, അതുപോലെ തന്നെ ധനസ്ഥിതിയുള്ളവൻ ദരിദ്രൻ, അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയല്ലേ നമ്മുടെ ഉണ്ണികൃഷ്ണൻ, അങ്ങനെയല്ലേ. അപ്പോൾ എല്ലാ മന്ത്രവും എല്ലാവർക്കും ചെല്ലാൻ തന്നെയാണ് ഞാൻ വിചാരിക്കണേ. പക്ഷെ ഞാൻ ഗായത്രി ഒന്നും ചൊല്ലാറില്ല. അതങ്ങനെയാണ് പഠിപ്പിച്ചതെന്നുള്ളത് കൊണ്ട് അങ്ങനെ ചൊല്ലാതിരിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സുദർശന മന്ത്രത്തിനെ കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ നല്ല മന്ത്രമല്ലേ, ചൊല്ലിക്കോളൂ, എന്താ കുഴപ്പം. നല്ല ശുദ്ധമായിട്ട് ചൊല്ലണം എന്നേ ഉണ്ടാവുള്ളൂ കേട്ടോ. അടുത്ത ചോദ്യം, ബിന്ദു എസ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, സോപാനം തൊഴുന്നതിനെ കുറിച്ച് പറയാമോ? അതിന് പ്രത്യേക സമയമുണ്ടോ? എനിക്ക് വലിയ ആഗ്രഹമുണ്ട് സോപാനം തൊഴാൻ. പ്രത്യേക സമയമൊന്നുമില്ല, തിരക്കിനനുസരിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ നോക്കൂ, സോപാനം തൊഴിൽ, ഏകാന്തം തൊഴിൽ, അതുപോലെ തന്നെ വന്ദേ ഭാരത്, ഇതൊക്കെ
അവിടുത്തെ ഉദ്യോഗസ്ഥർ തമ്മിൽ തമ്മിൽ മനസ്സിലാവാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഓരോ പേര് അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ അതൊരു എന്താ പറയുക, ആചാരമോ അല്ലെങ്കിൽ അനുഷ്ഠാനമോ ഒന്നുമല്ല. സോപാനത്തിൻ്റെ അടുത്ത് നിന്ന് തൊഴുന്നതിനെയാണ് സോപാനം തൊഴൽ എന്ന് പറയുന്നത്. സോപാനം എന്ന് പറയുന്നത് ആ ശ്രീലകത്തിൻ്റെ ആ വാതിൽ അവിടുന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് കടക്കുന്ന ആ ഭാഗത്തിനെയാണ് സോപാനം എന്ന് പറയുന്നത്. ഒരു ഭക്തന് ഭഗവാനെ കാണാൻ ഏറ്റവും അടുത്ത് എവിടം വരെ എത്താമെന്ന് ചോദിച്ചാൽ സോപാനത്തിൻ്റെ അവിടം വരെ എത്താം എന്നുള്ളതാണ്. ഇതിന് പ്രത്യേക സമയമൊന്നുമില്ല. തിരക്കിനനുസരിച്ച് നല്ല തിരക്കുള്ള ദിവസമാണെങ്കിൽ സോപാനം തൊഴിൽ തരാവില്ല, മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് തൊഴുതു മാറേണ്ടി വരും. തിരക്ക് കുറഞ്ഞ ദിവസമാണെങ്കിൽ സോപാനത്തിൻ്റെ അതിലൂടെയും കൂടി കടത്തിവിടും. അത്രയേ ഉള്ളൂ കേട്ടോ. ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ അഹമ്മദിയാണ് തോന്നാറുണ്ട്. ഇടയ്ക്ക് സോപാനത്തിൻ്റെ അതിൽ കൂടെ പോകാൻ വയ്യാത്തതുകൊണ്ട് മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് തൊഴുത് ഇപ്പുറത്ത് കൂടെ ഇങ്ങോട്ട് പോകും. സോപാനത്തിൻ്റെ ഇടയ്ക്ക് പോലെ തിരക്ക് കൊണ്ട് സോപാനത്തിൻ്റെ ഇടയ്ക്ക് പോലെ. ശരിക്കും കുട്ടിയല്ലേ, എന്ത് തിരക്ക് അല്ലേ. കുറച്ച് പ്രായമായ ആൾക്കാർക്കാണെങ്കിൽ ഈ തിരക്കൊന്നും കൊള്ളാൻ വയ്യാന്നൊക്കെ വിചാരിക്കാം. അന്ന് വിഷയം അറിയില്ലായിരുന്നു എല്ലാ ദിവസവും സോപാനം തൊഴിലില്ലാത്തൊരു കാലം വരും എന്നുള്ളത്. കാരണം അന്ന് ഇത്രയും തിരക്കില്ലല്ലോ, ഇപ്പോൾ ഭയങ്കര തിരക്കല്ലേ. അപ്പോൾ വെക്കേഷനൊന്നും നോക്കുക വേണ്ട, സോപാനം തൊഴിൽ ഉണ്ടാവില്ല. അതല്ല, ഈ ജൂൺ ജൂലൈയിലൊക്കെ സോപാനം തൊഴിൽ ഉണ്ടാവും കേട്ടോ. കാരണം തിരക്ക് വളരെ കുറവാണ്, കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ സോപാനം തൊഴിൽ ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് അത് ആഗ്രഹമുണ്ട് വെച്ചാൽ എന്താ ചെയ്യേണ്ടത് അറിയോ? ഗുരുവായൂരപ്പനോട് തന്നെ പ്രാർത്ഥിക്കുക. എനിക്ക് സോപാനത്തിൻ്റെ അടുത്ത് വന്ന് നിന്ന് കാണണമെന്നും തൊഴണമെന്നും വലിയ ആഗ്രഹമാണ് ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞു ഒന്ന് നമസ്കരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി നോക്കൂ, എന്തായാലും തരാവൂ കേട്ടോ. അടുത്ത ചോദ്യം. ജയ രാധ ദേവി ദാസി എന്ന ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, സവിതയുടെ ആചാര്യനെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണേ എന്ന്. ഞാൻ കഥ പറയാറുണ്ടല്ലോ, ഈ കഥകളൊക്കെ പറയുന്നത് ഞാൻ സപ്താഹത്തിൽ നിന്ന് കേൾക്കുന്ന കഥകളാണ്. അപ്പം ഞാൻ ഒരുപാട് ആചാര്യന്മാരുടെ സപ്താഹങ്ങളൊന്നും കേട്ടിട്ടില്ല. തോട്ടം കൃഷ്ണൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ തോട്ടം കൃഷ്ണൻ നമ്പൂതിരി, ഭാഗവത വാചസ്പതി എന്നും കൂടെ അറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ വായനകളാണ് കേൾക്കാറുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ തോട്ടം ശ്യാം നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ വായന അത് മുഴുവൻ ഒരു സപ്താഹം ഞാൻ കേട്ടു എന്ന് പറയാൻ വയ്യ കേട്ടോ. കുട്ടികളെയൊക്കെ ക്യാരിയിങ് ആയിരിക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ തോട്ടം ശ്യാം നമ്പൂതിരിയുടെ വായന ഒന്ന് മുഴുവനായിട്ട് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ അടുത്തൊന്നും കേട്ടിട്ടില്ല. പിന്നെ മറ്റേ കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ കാലം ഇല്ല കേട്ടോ, അദ്ദേഹം ഇപ്പോൾ ഭഗവാനിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ തുടങ്ങി ഞാൻ ഒരു ഡിഗ്രി കാലഘട്ടം വരെയും അദ്ദേഹത്തിൻ്റെ വായനകളാണ് കേട്ടിരുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ ഓണത്തിൻ്റെ ഉത്രാടം നാളിൽ തീരാൻ പാകത്തിനും വിഷുവിൻ്റെ തലേ ദിവസം തീരാൻ പാകത്തിനും 2 നാരായണീയ സപ്താഹങ്ങൾ അദ്ദേഹത്തിൻ്റെ വക ഉണ്ടാവാറുണ്ട്. ഈ രണ്ടും നമുക്ക് വെക്കേഷൻ സമയമാണ്, ആപ്റ്റായിട്ടുള്ള സമയമാണ് കുട്ടികൾക്ക് കേൾക്കാൻ. അപ്പോൾ ആ സമയത്ത് കേൾക്കാൻ തരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഈ കഥകളൊക്കെ പറയണത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതേപോലെ കോപ്പി പേസ്റ്റാണ് കേട്ടോ. പലതും ഞാൻ വിട്ടു പോകുന്നുണ്ട്, ചില കണക്ഷൻ വിട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പെർഫെക്ഷൻ ഒന്നും എനിക്കില്ല. പക്ഷെ ഞാൻ ആചാര്യൻ എന്ന് പറയുന്നത് എപ്പോഴും അദ്ദേഹത്തിനെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. അടുത്ത ചോദ്യം. ലതാ നായർ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, പ്രാദേശിക ക്യൂ എന്നാൽ എന്താണ് എന്ന്. നമ്മൾ നോക്കൂ, നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ പോയി തൊഴുക എന്നുള്ളത് ഒരു ശീലമായിരിക്കും മിക്കവാറും ആളുകൾക്ക്. തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ച് കേട്ടോ, വേറെ ജില്ലകളുടെ കാര്യങ്ങൾ എനിക്കറിയില്ല. തൊട്ടടുത്തുള്ള അമ്പലത്തിൽ എന്നും പോയി ഒന്ന് തൊഴുക, രാവിലെയും വൈകിട്ടും ഒക്കെ നമ്മുടെ സൗകര്യം പോലെ ഒന്ന് പോയി തൊഴുക. അതുപോലെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന, ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന ആളുകളുടെ തൊട്ടടുത്ത അമ്പലം ഗുരുവായൂർ അമ്പലമാണല്ലോ. അപ്പോൾ അവർക്ക് എന്നും തൊഴണം. എന്നും തൊഴാൻ എല്ലാ ദിവസവും 3, 4, 5 മണിക്കൂർ വരിയിൽ നിൽക്കാൻ പറ്റില്ല. കാരണം അവരുടെ ഡെയിലി റുട്ടീൻ്റെ ഒരു ഭാഗമാണ് ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴുക എന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് മാത്രമായിട്ട് ഒരു പ്രാദേശിക ക്യൂ സംവിധാനം ഉണ്ട്. അത് ഇവിടുത്തെ റെസിഡൻഷ്യൽ അഡ്രസ്സ് ഉള്ള ആളുകൾക്കാണ്. അവരുടെ ID പ്രൂഫ് കൊണ്ടുപോയാൽ 5 മണി തൊട്ട് 6 മണി വരെ രാവിലെയും 5 മണി തൊട്ട് 6 മണി വരെ വൈകുന്നേരവും പ്രാദേശിക ക്യൂ സംവിധാനത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ പ്രാദേശികമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പുറത്തെ ക്യൂ സംവിധാനത്തിൻ്റെ അത്രയൊന്നും ആളുകൾ ഉണ്ടാവില്ല കേട്ടോ അവിടെ. അതാണ് അതിൻ്റെ പ്രത്യേകത. എന്നാലും ക്യൂലൊക്കെ നിൽക്കേണ്ടി വരും. 1-1.5 മണിക്കൂർ മാക്സിമം. നല്ല തിരക്കുള്ള ദിവസമാണെങ്കിൽ ഒരു 1-1.5 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും. പക്ഷേ സാധാരണ ദിവസമാണെങ്കിൽ അങ്ങനെ ക്യൂ ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് കിടക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വിശേഷാൽ ദിവസം പ്രാദേശികത്തിലെ ആൾ കൂടിയിട്ടില്ല. പ്രാദേശികത്തിൽ ഇവിടെയുള്ള എല്ലാവരും എന്നും തൊഴണവരാട്ടോ. അപ്പോൾ പക്ഷേ വിശേഷാൽ ദിവസങ്ങളിൽ പുറത്തുനിന്നുള്ള ക്യൂ സംവിധാനം കൂടുതലായ കാരണം കൂടുതൽ സമയം അവരെ വിടേണ്ടി വരും. അതുകൊണ്ടാണ് പ്രാദേശികക്കാർക്ക് കുറച്ചധികം നേരം നിൽക്കേണ്ടി വരുന്നത്. അതല്ലാതെ ഗുരുവായൂർ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ആളുകളും ഡെയിലി തൊഴുന്ന ആൾക്കാരാണ് കേട്ടോ. ഗുരുവായൂരിൻ്റെ ഒരേ ഒരു അട്രാക്ഷൻ അല്ലേ ഈ ഗുരുവായൂരപ്പൻ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ തൊഴാറുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം.
തങ്കമണി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ദൈവങ്ങളുടെ ഫോട്ടോ വീടിൻ്റെ ഭിത്തിയിൽ ഇടുന്നതിന് കുഴപ്പമുണ്ടോ എന്ന്. ഒരു കുഴപ്പമില്ല കേട്ടോ. എവിടെ തിരിഞ്ഞു നോക്കിയാലും നമ്മുടെ ഉണ്ണികൃഷ്ണനെ കാണാൻ പാകത്തിന് അലങ്കരിച്ച് വെക്കുന്ന അമ്മമാരുടെ വീടുകളെ എനിക്കറിയാം കേട്ടോ. നിങ്ങൾ നോക്കിയാലും ഒരു കൃഷ്ണ സാന്നിധ്യം ഉണ്ടാവും. പല ഭിത്തികളിലും പല പല ഭാവങ്ങളിൽ പല പല രൂപങ്ങളിൽ നമ്മുടെ ഉണ്ണികൃഷ്ണനെ വെച്ചിരിക്കുന്നത് ഇങ്ങോട്ട് നോക്കിയാലും ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഒരു കുഴപ്പമില്ല. അത് നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ആളുകളാണ് കേട്ടോ. എപ്പോഴും ഭഗവാനെ അനുസ്മരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ 100 പേരെടുത്താൽ ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളത് വിട്ടുപോകും. ഇങ്ങനെ വീടിൻ്റെ ഓരോ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും തിരക്കും ബഹളമൊക്കെ അതിൻ്റെ ഇടയിൽ പിന്നെ ചിലപ്പോൾ ടി വിയിലേക്കൊക്കെ ശ്രദ്ധ പോകും, മൊബൈലിലേക്ക് ശ്രദ്ധ പോകും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ആ ശ്രദ്ധയൊക്കെ പോകും. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ഉണ്ണികൃഷ്ണൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ നമ്മളത് കാണുമ്പോൾ കൃഷ്ണ എന്ന് നമ്മുടെ ഉള്ളിൽ അറിയാതെ വരില്ലേ. അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ആചാര്യന്മാരോട് ചോദിച്ചോളൂ. പക്ഷേ ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ അഭിപ്രായങ്ങളാട്ടോ പറയാം. അപ്പോൾ വീടിൻ്റെ ഭിത്തിയിൽ എവിടെ തൂക്കുന്നതുകൊണ്ടും ഒരു കുഴപ്പമില്ല. ബെഡ്റൂമിൽ വെക്കാൻ പാടുമോ എന്ന് ചോദിക്കാറുണ്ട്. ഉയരത്തിലല്ലേ വെക്കുക. രാധാകൃഷ്ണന്മാരുടെ ഫോട്ടോ ഒക്കെ ബെഡ്റൂമിൽ വെക്കുന്നതുകൊണ്ട് ഒരു വിരോധവും ഇല്ല എന്ന് തന്നെയാട്ടോ എനിക്ക് തോന്നാറുള്ളത്. അടുത്ത ചോദ്യം, ബീന ബാബു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, നമസ്കരിക്കണം എന്ന് പറയുമ്പോൾ മുട്ടുകുത്തി കൈകൂപ്പി നെറ്റി തറയിൽ മുട്ടിക്കുന്നതാണോ നമസ്കാരം എന്ന്? അതെ, നമ്മളിപ്പോൾ ഒരാളെ ഇപ്പോൾ എൽഡേഴ്സിനെ കണ്ടാൽ അല്ലെങ്കിൽ വിവാഹത്തിനൊക്കെ വെറ്റിലടക്കിയും കൊടുത്ത് ദക്ഷിണ വെച്ച് നമസ്കരിക്കുകയൊക്കെ ചെയ്യില്ലേ, അതേപോലെ തന്നെയാണ് നമസ്കരിക്കുക പറഞ്ഞാൽ ഭഗവാനെ തൊഴുതുകൊണ്ട് മുട്ടുകുത്തി നെറ്റി തറയിൽ മുട്ടിക്കുന്നതിനെ തന്നെയാണ് നമസ്കാരം എന്ന് പറയാം. അപ്പോൾ കൈ തറയിൽ വെച്ചിട്ടാണോ അതോ നെറ്റി തറയിൽ മുട്ടണോ എന്ന് ചോദിച്ച ഒരു ഭക്തയുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും കൈ വെച്ചിട്ട് അതിൻ്റെ മുകളാണ് നമസ്കരിക്കാറ്. ശരിക്കും നെറ്റി തറയിൽ മുട്ടിക്കുക തന്നെയാണ് വേണ്ടത്. പക്ഷെ ഞാൻ ഒന്നിലധികം തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പും, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കുറേ നമസ്കാരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ചയൊക്കെ നമ്മൾ അടുപ്പിച്ച് കുറേ നമസ്കരിച്ചാൽ നമുക്കിവിടെ ഒരു പാട് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൈ തറയിൽ വെച്ചുകൊണ്ടായിരുന്നു ആ കാലത്തൊക്കെ നമസ്കരിക്കാറുണ്ടായിരുന്നത്. അത് പിന്നെ ശീലമായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പം അധികമൊന്നും നമസ്കരിക്കാറില്ല കേട്ടോ. ഇപ്പോൾ അങ്ങനെ ആരോഗ്യസ്ഥിതിയൊന്നും അത്രയ്ക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ പ്രായം കൂടുന്തോറും ഭക്തി കുറയുണ്ടോയെന്ന് സംശയമുണ്ട്, എന്താ അറിയില്ല. എന്തായാലും അത്രയ്ക്കൊന്നും നമസ്കരിക്കാറില്ല. അപ്പോൾ കൈ കൂപ്പിക്കൊണ്ട് നെറ്റി തറയിൽ മുട്ടിക്കുന്നതിന് തന്നെയാണ് നമസ്കാരം എന്ന് പറയുക. ഒപ്പം ഭഗവാനെ ഉണ്ണി കൃഷ്ണ എന്നൊക്കെ വിളിച്ച് നമസ്കരിച്ചോളും, നന്നായിരിക്കും. അടുത്ത ചോദ്യം, കാഞ്ചന ദേവദാസ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, എത്രയായിരുന്നോ അവിടേക്ക് വരാൻ കൊതിച്ചിട്ട് കഴിയുന്നില്ല, ഭഗവാൻ എൻ്റെ വിളി കേൾക്കുന്നില്ലല്ലോ സവിതേ, ഇനി ഞാൻ എന്താ ചെയ്യാന്ന്. ഇതേപോലെ തന്നെ കുറേ അമ്മമാർ എന്നോട് പറയാറുണ്ട്, സവിതയുടെ ഭാഗ്യമാണ് ഗുരുവായൂർ നിൽക്കാൻ സാധിച്ചുല്ലോ എന്ന്. ഉറപ്പായിട്ടും ഭാഗ്യമായിട്ട് തന്നെയാട്ടോ ഞാൻ കണക്കാക്കണേ. ഞങ്ങൾക്കൊന്നും ഭാഗ്യം ഇല്ലാണ്ട് പോയി എന്ന് പറയാറുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നമ്മളങ്ങനെ വിചാരിക്കുകയേ ചെയ്യരുത് കേട്ടോ. ഗുരുവായൂരപ്പനെ എപ്പോഴും നമ്മളെക്കുറിച്ച് നല്ല ചിന്തയുണ്ട്. എത്ര ദൂരെ ഇരുന്നാലും എത്ര അടുത്തിരുന്നാലും. അതിന് ഉദാഹരണമായിട്ടും പറയാറുണ്ട്, ഭഗവാൻ വൃന്ദാവനത്തിലെ ഗോപികമാരെ ഉപേക്ഷിച്ചു പോയി എന്ന് എല്ലാവരും പറയാറുണ്ട്. ഭഗവാൻ അനേക സ്വരൂപം ഒരേ സമയം എടുക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് അല്ലേ. 16,000-ലധികം വിവാഹം ഭഗവാൻ കഴിച്ചത് ഒരേ സമയത്താണ്, ഒരേ വേദിയിൽ, അല്ലെങ്കിൽ 16,000 വേദികളിൽ 16,000 സ്വരൂപം എടുത്തുകൊണ്ടാണ് 16,000 വിവാഹം ചെയ്തതെന്ന് പറയും. അപ്പോൾ ഒരേ സമയം അനേകം രൂപങ്ങളിൽ അദ്ദേഹത്തിന് വരാൻ സാധിക്കും, അല്ലെങ്കിൽ അനേക സ്വരൂപം എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു സ്വരൂപം വൃന്ദാവനത്തിൽ ഉപേക്ഷിക്കാഞ്ഞതെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. എനിക്കതിനുള്ള ആൻസറും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടുത്തിരുന്ന് ഭഗവാനെ വിളിക്കുന്നതിനേക്കാളും 10 ഇരട്ടി മനസ്സിൽ വിളിക്കും. അങ്ങനെ എനിക്കും അനുഭവം ഉണ്ടായപ്പോഴാണ് ഞാനതും പഠിച്ചത്. ഞാൻ ഇവിടെ നിന്ന് വിവാഹം കഴിഞ്ഞ് വിദേശത്ത് പോയി താമസിക്കേണ്ടി വന്നു. എനിക്ക് ഏകദേശം 5 വർഷത്തോളം ഞാൻ വിദേശത്തായിരുന്നു. ആ വിദേശത്ത് ഓരോ ദിവസവും ഞാൻ കഴിച്ചു കൂട്ടിയിരുന്നത് കരഞ്ഞുകൊണ്ടായിരുന്നു, ഭഗവാനെ വിളിച്ചുകൊണ്ട് തന്നെയായിരുന്നു. എനിക്കപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഇവിടെ നിന്ന് പല ദിവസങ്ങളിലും, കുട്ടിയായിരിക്കുമ്പോഴാട്ടോ ഞാൻ പറയണത്, പല ദിവസങ്ങളിലും മടിച്ചൊക്കെ അമ്പലത്തിൽ പോകാൻ മടിയൊക്കെ കാണിക്കാറുണ്ട് ഞാൻ. അപ്പോൾ തൊഴുന്ന ദിവസത്തിനേക്കാളും തൊഴാത്ത ദിവസം മനസ്സിൽ റിഗ്രറ്റ് കൊണ്ട് ഗുരുവായൂരപ്പനെ കൂടുതൽ വിളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ എന്നാലും ഞാൻ കുറേ ദിവസങ്ങളൊക്കെ, ഇപ്പോൾ ഒരു വർഷം എടുത്താൽ എൻ്റെ അഹമ്മദിക്ക് എന്നെ ഒരു 10 ദിവസമൊക്കെ ഞാൻ അതിൽ മുടക്കിയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് നല്ല സങ്കടം തോന്നി. ഞാൻ ഈ വിദേശത്തിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ഈശ്വര, ആ 10 ദിവസം എനിക്ക് ഇപ്പോൾ തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ. എനിക്ക് ഭഗവാനെ കാണാതെ ഇരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് കത്തുകൾ എഴുതാറുണ്ടായിരുന്നു. അവിടെ നിന്ന് പോസ്റ്റ് ചെയ്യാനൊന്നും അല്ല കേട്ടോ, വെറുതെ എഴുതാറുണ്ടായിരുന്നു. എപ്പോഴും ഭഗവാനെക്കുറിച്ച് ഞാൻ കൂടുതൽ നേരം അനുസ്മരിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ആ വിദേശത്തുള്ള സമയത്ത്. അപ്പോഴാണ് എനിക്കതിന് ആൻസർ കിട്ടിയത്.
വൃന്ദാവനത്തിലെ ഗോപികമാരെ പോലെ അത്രയും കണ്ണനെ ആരും ആരും തന്നെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല, ആരും തന്നെ എന്താ പറയുക, മനസ്സിൽ എപ്പോഴും കൊണ്ടു നടന്നിട്ടുണ്ടാവില്ല. ഉണ്ണികൃഷ്ണൻ അവിടെ നിന്ന് പോയ നിമിഷം തൊട്ട് അവരുടെ ഉള്ളിൽ ഉണ്ണി നിറയായിരുന്നു, കൂടുതൽ കൂടുതൽ നിറയായിരുന്നു എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അതേമാതിരി തന്നെയാണ് കേട്ടോ ഭഗവാനും. ഉദ്ധവര് ഗോപികമാരെ കാണാൻ പോയ സമയത്ത് ഉദ്ധവര് പറയാറുണ്ട് ഗോപികമാരോട്, ഒരു പൂവ് കണ്ടാൽ ഇതെൻ്റെ രാധയ്ക്ക് ഇഷ്ടമുള്ള പൂവാണ് എന്ന് പറയാറുണ്ട്. ഒരു നിറം കണ്ടാൽ ഇതെൻ്റെ ചന്ദ്രയ്ക്ക് ഇഷ്ടമുള്ള നിറമാണ് എന്ന് ഭഗവാൻ പറയാറുണ്ട്. ഒരു സുഗന്ധം വന്നാൽ ഇത് ഞാൻ ചന്ദ്രഭാഗയുടെ ഗൃഹത്തിലേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മണമാണ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ ഓരോ ഗോപികമാരെയും ഓരോ നിമിഷവും ഭഗവാനും മിസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അപ്പോൾ ആ സ്നേഹം ദൃഢമാവുകയാണ് ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല, ഗുരുവായൂരപ്പനെ കാണാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ 10 ഇരട്ടി നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ടാവും, ഭഗവാനും വിചാരിക്കുന്നുണ്ടാവും. അത് നമുക്കൊന്ന് മനസ്സിലിങ്ങനെ നന്നായിട്ട് ആലോചിച്ചാൽ ഭഗവാൻ എല്ലാത്തിനും നമുക്ക് ഉത്തരം പറയും, നമ്മളോട് സംസാരിക്കും ഗുരുവായൂരപ്പൻ. അപ്പോൾ ഒട്ടും പരിഭ്രമിക്കേണ്ട, ഞാനും പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് വന്ന് കാണാൻ സാധിക്കട്ടെ കേട്ടോ. വരുന്നതിന് മുമ്പ് എന്തൊക്കെയാണോ ആഗ്രഹം ഗുരുവായൂർ വന്ന് ചെയ്യണം എന്നുള്ളത് അതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഉണ്ണികൃഷ്ണനെ ഏൽപ്പിച്ചോളൂ, അതുപോലെയൊക്കെ സാധിക്കട്ടെ. അടുത്ത മോളി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, അഹസ് വഴിപാട് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴാണ് പ്രസാദം വാങ്ങാൻ സാധിക്കുന്നത്? അഹസിന് ഒരു ദിവസത്തെ എല്ലാ പ്രസാദങ്ങളും നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് അതാത് സമയത്ത് പോയി വേണമെങ്കിൽ വാങ്ങാം. 5 മണിക്ക് പ്രസാദ കൗണ്ടർ തുറന്നാൽ ഉടൻ തന്നെ നമുക്ക് മലര്, നെയ്പായസം, വെണ്ണ അങ്ങനത്തെ ഇതൊക്കെ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ഉച്ച വരെയുള്ള പ്രസാദം ഉച്ചയ്ക്ക് വാങ്ങിക്കാം. ഉച്ചപൂജ കഴിഞ്ഞാൽ 12 മണി ആ സമയത്ത് 12:30 സമയത്ത് പോയാൽ വാങ്ങാം. വൈകുന്നേരത്തെ പ്രസാദം, രാത്രിയിലെ പ്രസാദം അത് 8 മണിക്ക് ശേഷം, അത്താഴ പൂജയ്ക്കാണ് അപ്പം, അട, അവില് ഇതൊക്കെ നേദിക്കുന്നത്. അതൊക്കെ ആ സമയത്ത് പോയാൽ വാങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വരാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇടയ്ക്ക് വെച്ച് ആരുടെയെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും, കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ ചോദ്യങ്ങൾ എടുക്കണം. അപ്പോൾ വിട്ടുപോയ ചോദ്യങ്ങളുണ്ടെങ്കിൽ രണ്ടാമത് ചോദിക്കാൻ മറക്കരുത്. ഈ വീഡിയോൻ്റെ താഴെ വീണ്ടും ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ എടുത്ത് ഗുരുവായൂരിൻ്റെ പുതിയ വിശേഷങ്ങളും പുതിയ പുതിയ കഥകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു, വീണ്ടും വരാമെന്ന് വിചാരിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ വരാമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ ഞാൻ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവ് വന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നീലാംബരി സെഷൻ ലൈവ് ആക്കിയാലോന്ന്. 2 അഭിപ്രായങ്ങളും കുറേ വന്നു കേട്ടോ. അതായത് നീലാംബരി ലൈവാക്കിക്കോളൂ, നീലാംബരി ലൈവാക്കണ്ട ഇങ്ങനെ പറഞ്ഞിട്ട് കേട്ടോ. നീലാംബരി എന്താണെന്ന് അറിയാത്ത ആളുകളോട് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, കൃഷ്ണാരി മിത്രത്തിന്. വാട്സപ്പ് ഗ്രൂപ്പിൽ നീലാംബരി എന്നും നിർമാല്യം എന്നും പറഞ്ഞ് 2 സെഷൻ ഉണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ നിർമാല്യം എന്ന സെഷനിലൂടെ ഗുരുവായൂരപ്പനെ ഒന്ന് അനുസ്മരിക്കുന്നു, അത്രയേ ഉള്ളൂ. എൻ്റെ വാക്കുകളിലൂടെ ഒന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നീലാംബരി എന്ന് പറയുന്ന സെഷൻ ഗുരുവായൂരപ്പനെ പറ്റി എന്തെങ്കിലുമൊക്കെ അനുസ്മരിച്ചുകൊണ്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ് നീലാംബരി സെഷൻ. അപ്പോൾ ഇത് ലൈവ് ആക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ ലൈവാക്കിക്കോളൂ എന്ന് പറഞ്ഞ ആളുകളുണ്ട്, ലൈവാക്കണ്ട എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ വാട്സപ്പ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്വാധീനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവസാനം ഞാൻ കുറേ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ നിർമാല്യം നീലാംബരിയൊക്കെ എന്നെ കണ്ടുകൊണ്ട് കാണുന്നതിനേക്കാളും നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഉള്ള സെക്ഷനാണല്ലോ നീലാംബരി. അത് ഓൺ ചെയ്ത് വെച്ച് കണ്ണടച്ച് ഭഗവാനെ ഇങ്ങനെ ധ്യാനിക്കാൻ അതൊരു രസമാണല്ലേ. അപ്പോൾ പിന്നെ ലൈവ് വന്നാൽ എന്താ പ്രശ്നം വെച്ചാൽ നീലാംബരി മാത്രമായിരിക്കില്ല അതിൽ ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ, അതിൻ്റെ ഡൈവേർട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ നീലാംബരി എന്തായാലും ലൈവ് ആക്കുന്നില്ല. എന്നാലും ഞാനൊരു ലൈവൊക്കെ ഇടയ്ക്ക് വരാം കേട്ടോ. ഇടയ്ക്കെന്ന് പറഞ്ഞാൽ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് രാത്രിയിൽ ലൈവ് വെക്കാമെന്ന് വിചാരിക്കുന്നു. പറ്റുന്നവരൊക്കെ കയറും കേട്ടോ. 9:30-ക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക, കാരണം എനിക്ക് അപ്പോഴേ ഫ്രീ ആവാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 10 മണി വരെ ഒരു അരമണിക്കൂർ അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ കാണൂ. ഇന്നലത്തെ ലൈവ് നമ്മുടെ ലൈവ് സെഷനിൽ കിടക്കുന്നുണ്ട് കേട്ടോ, റെക്കോർഡഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ കൊണ്ട് നാളെ വരാമെന്ന് വിചാരിക്കുന്നു. ഇനി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്തോളൂ. ഇൻ കേസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ 9074501193 ഇതാണ് എൻ്റെ നമ്പർ. വിളിച്ചാൽ ചിലപ്പോഴേ ഞാൻ എടുക്കുന്നുണ്ടാവുള്ളൂ. വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ, ആൻസർ ചെയ്യാം. അതിൽ ഞാൻ ലിങ്ക് അയച്ചു തരുകയും ചെയ്യാം. അപ്പോൾ അത്ര വിശേഷങ്ങളേ ഉള്ളൂ. നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കാണാം. സർവ്വരോഗ വിനാശന, സർവ്വപാപ വിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.